ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ കളിക്കാൻ പോകുന്നത് മൊറോക്കോ വേഴ്സസ് ബ്രസീലാണ്. ഓൾറെഡി ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. പക്ഷെ ഞാനിത് കോച്ചായി ഞാനൊന്ന് കളിച്ച് നോക്കാൻ വിചാരിച്ചു ഗെയിമിൽ ബ്രസീൽ. അങ്ങനെയെങ്കിലും ബ്രസീലിന് കപ്പടിക്കാനുള്ള ചാൻസ് കിട്ടുമോ നോക്കാം. മൊറോക്കോ ഓൾറെഡി പുറത്തായി. പക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്ന് ബ്രസീലിനെ നമുക്ക് മുമ്പോട്ട് കടത്താൻ കഴിയുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മാച്ച് വരുന്നത് മൊറോക്കോൻ്റെ, ഇപ്പോൾ സെക്കൻഡ് ഹൈറ്റി, തേർഡ് സ്കോട്ട്ലാൻഡ്. അപ്പോൾ ഈ രണ്ട് കളി നമുക്ക് വിജയിച്ചാലേ മൂന്നാമത്തെ കളിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ട് കളി തോറ്റാൽ നമ്മൾ ഗ്രൂപ്പിൽ തന്നെ പുറത്താവും. മൂന്നാമത്തെ കളി ഉണ്ടാവും. അപ്പോൾ നെയ്മർ നമ്മൾ ഫസ്റ്റ് 11 ഇറക്കിയാണ്. കോച്ച് അൻസലോട്ടി എന്തായാലും റിയൽ ലൈഫിൽ ഇറക്കിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴെങ്കിലും നെയ്മറിനെ ഇറക്കി നോക്കുക. നെയ്മർ മര്യാദ കളിക്കണ്ടോ. ജാപെഡ്രോക്ക് ബോൾ കിട്ടാതായിരുന്നു. പിന്നെ ഈ മൊറോക്കോൻ്റെ ഡിഫൻസാണ് അടിപൊളി ഡിഫൻസും അടിപൊളി അറ്റാക്കേഴ്സാണ്. ക്രോസ് കമ്മിങ് നല്ല ക്ലിയറാണ് ചെയ്ത്. മാർക്കിനോസ് ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മളെ രക്ഷപ്പെട്ട്. ജാവപെഡ്രോക്ക് ബോൾ കിട്ടുന്നില്ല. തിരിച്ച് മൊറോക്കോ ബാക്ക് ടു പൊസിഷൻ. അറ്റാക്ക് ചെയ്യുന്നു. കളിയിൽ അഷ്റഫ് ഹക്കീമി 12 മിനിറ്റ് ആയല്ലോ. നെയ്മറിന്റെ സ്പ്രിന്റിങ്. വാട്ട് എ സ്കിൽ. നെയ്മറിന്റെ പാസ് അത്രക്ക് പോരായിരുന്നു. പക്ഷെ എന്നാലും വെച്ചാൽ നെയ്മർ കാരണം ഒരു കോർണർ ഉണ്ടാക്കി. നെയ്മറിന്റെ ക്രോസ് ഓഫ് സൈഡാണ് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കൽപ്പിച്ചൂട്ടി പാസ് കൊടുത്ത മാതിരിയാണ് ഞാൻ അറിയാതെ ത്രൂ ബോൾ വെക്കിയത്. അപ്പോൾ ഗൈസ്, നെയ്മർ ഫുൾ ബോഡി ഓഫ് സൈഡാണ്. അപ്പോൾ കളി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അഷ്റഫ് ഹക്കീമിൻ്റെ ഫ്രീ ടു ബോൾ നമ്മൾ തിരിച്ചെടുത്തു. തിയാഗോ ഗുഡ് ഷോട്ട്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റിൻ്റെ അത്രയും എടുത്തു കൂടിയാണ് ആ ബോൾ പോയത്. നിങ്ങൾക്ക് ആ ഷോട്ട് കണ്ടാറേ, പക്ഷെ റീപ്ലേ വന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് കളി പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ലോങ് ബോളായിട്ടാണ് കളിക്കണ തോന്നുന്നത്. മിക്ക ബോളും ലോങ് ബോളായിട്ട് വരുന്നത്. പറഞ്ഞില്ലേ, കണ്ടില്ലേ? വാട്ട് എ സ്കിൽ, ഗുഡ് സ്കിൽ. സ്കില്ല് അടിപൊളിയാണെങ്കിലും പാസ് മാത്രം പോരാ. മിസ് പാസ്. എഡ്രി മിലിറ്റാവിൻ്റെ ഒരു ടാക്കിൾ. മിലിറ്റാവൊക്കെ എന്തോ പറ്റി ബോൾ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാ. ടാക്കിളൊക്കെ ചെയ്യുന്നുണ്ട്, വെറുതെ ടാക്കിൾ ചെയ്യും. ഓഫ് സൈഡ്. ഞാൻ വിചാരിച്ചു ഓഫ് സൈഡ് അല്ലെങ്കിൽ ക്ലിയർ ഗോളാവാൻ സാധ്യതയാണ്. അത്രയും നല്ലൊരു ചാൻസാണ് കിട്ടിയത്. കീപ്പർ എഡേഴ്സൺ മോറിസ് ടു ഗബ്രിയേൽ ടു തിയാഗോ ടു ജാവപെഡ്രോൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോകുന്നു. ബോൾ തിരിച്ചെടുത്ത മൊറോക്കോ ലോങ് ബോളിലാണ് അവരുടെ ടാക്ടിക്സ് വരുന്നു തോന്നുന്നു. വാട്ട് എ സ്കിൽ. മൊറോക്കോയിലെ എല്ലാ പ്ലേയേഴ്സും അടിപൊളി സ്കില്ലിട്ടാവും. ബ്രാഹിം ഡിയാസ്. മെസ്സി എങ്ങനെ അത് പുറത്തേക്ക് പോയി ഗായ്സ്. ഒരു മണ്ടൻ ഗുണാപ്പന തന്നെ. നെയ്മറിന്റെ കിടിലൻ സ്പ്രിന്റിങ്, നേരത്തെ പോലെ കിടിലൻ സ്പ്രിന്റ്. നെയ്മറിന്റെ ക്രോസ്. പക്ഷെ ക്രോസ് അത്രക്ക് പോയായിരുന്നു. സ്പ്രിന്റിങ് അടിപൊളിയാണെങ്കിലും ക്രോസ് വന്നത് സെൻട്രൽ ഫോർവേഡിൻ്റെ അടുത്തേക്കല്ല, ഡിഫൻസ് ക്ലിയർ ചെയ്തുകൊണ്ട്. കളി റീസ്റ്റാർട്ട്. ടക്കിനാണ് മൊറോക്കോ കളി റീസ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അഷ്റഫ് ഹക്കീമിൻ്റെ അടുത്ത് നിന്ന് ബോഡി ഇട്ട് ബോൾ വാങ്ങണം ഗബ്രിയലിനെ കണ്ട്. പക്ഷെ ഗബ്രിയൽ തിരിച്ച് അതേമാതിരി ബോൾ കൊടുത്തു. എന്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മിനിറ്റിന് മിസ് പാസ് ചെയ്യുന്നത് എനിക്കറിയാത്ത. ഓലും ഇതേമാതിരി തന്നെ മിനിറ്റിന് മിസ് പാസ്. ഫസ്റ്റ് ഗോൾ കൺസീഡഡ്. 44 മിനിറ്റ് ആണ്. 1 മിനിറ്റ് കൂടിയുള്ള ഹാഫ് ടൈമിൽ. അതിന് മുമ്പ് മൊറോക്കോൻ്റെ ഒരു ഗോൾ കൺസീഡ് ചെയ്തിരിക്കുന്നു ബ്രസീൽ. അങ്ങനെ ഒരു ഗോളിന് പുറകോട്ട് പോയിരിക്കുന്നു. 2 മിനിറ്റ് ആഡ് ഓൺ ടൈം കിട്ടിയാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ റെഗുലർ ടൈം കഴിഞ്ഞു. ആഡ് ഓൺ ടൈം. മാർക്കിനോസ് ഒക്കെ വെറുതെയാണ് ടാക്കിൾ ചെയ്യുന്നത്. എന്താ ബ്രസീൽ കാട്ടാൻ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ല.
കിടിലം ഫിനിഷ് ആയിട്ട് മൊറോക്കോ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളും നേടി. ഇപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കാം, നെയ്മറിനെ സബ് ഇറക്കാം, ഗബ്രിയൽ മാർട്ടിനെല്ലിനെ ഇറക്കാം, നെയ്മറിൻ്റെ മിഡ്ഫീൽഡ് കിട്ടുമൊക്കെ ഗുഡ് പാസസ് വരുമോ നമുക്ക് നോക്കാം. അപ്പോൾ കളി കാഴ്ച നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കളി നമുക്ക് പിന്നെയും തിരിച്ചു പിടിക്കണം. മൊറോക്കോൻ്റെ ടച്ചോടെയാണ് കളി റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ടു അഷ്റഫ് ഹക്കീമി ഫുൾ അറ്റാക്കിംഗ് ആണ്. ബാക്കിൽ ഒരു പാസ് ഇട്ട് കളിക്കാൻ പൊസിഷൻ ഗെയിം ഒന്നുമില്ല, ഫുൾ അറ്റാക്കിംഗ് ആയിട്ടാണ് മൊറോക്കോ വരുന്നത്. ഓ ഗബ്രിയൽ മാർട്ടിനെല്ലിക്ക് നെയ്മറിൻ്റെ ഒരു നല്ല പാസ്സായിരുന്നു ഗബ്രിയൽ, പക്ഷേ ഗബ്രിയൽ മാർട്ടിനെല്ലിൻ്റെ ഒരു വൃത്തികെട്ട പാസ്സായി. ഓ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡിഫൻസൊക്കെ മനസ്സിലായിട്ടില്ല. ബാക്ക് ഇങ്ങനെ എല്ലാവരും വരുന്നുണ്ട് ഡിഫൻസ്. ഓ അതൊന്നുകൂടി ഞാൻ പറഞ്ഞില്ല, ഒരു ഹൈ ബോളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഓ ടു മാർക്കിന്യോസിൻ്റെ ത്രൂ ബോൾ ടു എഡർ മിലിറ്റോ. ഓ മിലിറ്റോക്ക് ഗുഡ് ത്രൂ ബോൾ എന്ന് പറയാൻ പറ്റില്ല. നെയ്മറിന് ആ ബോൾ ലഭിച്ചില്ല. നെയ്മർ ബോൾ പ്രസ് ചെയ്യുന്ന ബോൾ പോകുന്നു. സെക്കൻഡ് ഗോളിനുള്ള ചാൻസ് കിട്ടുമോ? ഓ ഓ ജസ്റ്റ് മിസ് ഗൈസ്. ക്രോസ് ബാറിന് കൊണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ബ്രസീലിൻ്റെ ലെഗ്. ഓ നെയ്മറിൻ്റെ ഗുഡ് ടാക്കിൾ ടു മാർക്കിനോസ് ടു ജാവോ പെഡ്രോ ടു എക്സ്റ്റാവിയോ. ഓ ഗുഡ് ഓ ജാവോ പെഡ്രോ ഫസ്റ്റ് ടൈം പാസ് കൊടുത്തിന് ഉറപ്പാണ് ക്ലിയർ ഗോളാണ്. അത് ഫസ്റ്റ് ടൈം പാസ് കൊടുക്കാത്തത് കൊണ്ടാണ് ആ ഗോളിൻ്റെ ചാൻസ് പോയത്. ഓ വീണ്ടും അഷ്റഫ് ഹക്കീമിയൊക്കെ ഫുള്ള് സ്കില്ല്. ഒരു ഗോൾ ലീഡാകുമ്പോൾ തീരെ പ്രശ്നമല്ലല്ലോ. റഫീന ടു ഗബ്രിയൽ മാർട്ടിനെല്ലി കിടിലം സ്പ്രിന്റ്. ബട്ട് ഗുഡ് ടാക്കിൾ. വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. റാഫിനെ കിടിലം ടാക്കിൾ ഗൈസ്. ബോളിനെ ഒന്നല്ല കൊണ്ടത് എന്ന് ഞാനും കണ്ടു. റാഫിനെ ഉറപ്പിന് ആ ടാക്കിളില്ലെങ്കിൽ നല്ല കൗണ്ടർ അറ്റാക്ക് ചെയ്യുമല്ലോ, സുഖമായിട്ട് ഗോൾ അടിക്കാനും. റാഫിനെ മൈൻഡ് ഗെയിമായി കൊണ്ടാണ് അങ്ങനെ ആ ചാൻസും പോയി കിട്ടിയത്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, നമുക്കൊരു സബ് മാത്രം മതി. ബാക്കിയുള്ള എസ്റ്റാവിയോക്ക് എന്തൊരു കിട്ടുന്ന ചാൻസാണ് ബോൾ എടുക്കുക. എസ്റ്റാവിയോ ടു ജാവോ പെഡ്രോ പോസ്റ്റിക്ക് ഒരു അടിയൊന്നും മര്യാദക്ക് അടിച്ച് നോക്കും. ഓഫ് സൈഡാ തോന്നുന്നു. ജാവോ പെഡ്രോ ആ അടിയൊന്ന് പോസ്റ്റിക്ക് അടിച്ച് നോക്കി. എന്തിന് ത്രൂ ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ മര്യാദക്ക് പാസ് കൊടുക്കണം. പാസ് കൊടുക്കാൻ അറിയില്ലെങ്കിൽ ഇപ്പോൾ ത്രൂ ബോൾ കൊടുക്കാൻ നിൽക്കണം. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ മാച്ച്. കീപ്പർ ടു ക്ലിയർ ടു ഗബ്രിയൽ ടു റാഫീന ടു ഗബ്രിയൽ മാർട്ടിനെല്ലി ടു അലക്സാൻഡ്രോ Cross coming. Yes, it's time to equalize the goal. കളിയുടെ 77 മിനിറ്റിൽ സ്കോർ 1-1 കടത്തിരിക്കുന്നു. കിടിലം ഗോൾ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 1-1 77 മിനിറ്റിൽ വന്ന ക്രോസിൽ ഗോൾ അടിച്ചത് കൊണ്ട് ഒരു പോയിന്റുമായി പോവാം. മൊറോക്കോക്ക് അങ്ങനെ 3 പോയിന്റ് വെറുതെ കൊടുക്കാൻ പാടില്ലല്ലോ. അതാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ. അലക്സാൻഡ്രോൻ്റെ ക്രോസാണ് പറഞ്ഞത്. അലക്സാൻഡ്രോൻ്റെ കിടിലൻ ടാക്കിൾ. മിസ് പാസ് ടു മാർക്കിന്യോസ് ടു എഡർ മിലിറ്റോ ടു റഫീന. ഓക്കെ, ബ്രസീൽ ടൈം കളയാനും വേണ്ടി പൊസിഷൻ ഗെയിം വെച്ച് കളിക്കണം. ബാക്കിൽ പാസ് ഇട്ട് ലാസ്റ്റ് ആ ബോളോട് പോയി ഗോളാവും, അതേ ഉണ്ടാവുള്ളൂ. റാഫീന കൗണ്ടർ അറ്റാക്ക്, ബോൾ പോയി. ആട്ടെ ഗുഡ് സ്കിൽ. ജസ്റ്റ് മിസ്. ഗുഡ് ക്ലിയറൻസ്, ക്ലിയർ ദ ബോൾ. നെയ്മറിന്റെ ഗുഡ് പാസ്, ഹെഡ് പാസ്. 2 മിനിറ്റാണ് ആഡ് ഓൺ ടൈം. അവസാന മിനിറ്റിൽ മാർട്ടിനെല്ലി തീരെ ഫോമില്ല. മാർട്ടിനെല്ലി അറക്കണ്ടില്ലേനു. എന്താണ് കാട്ടണ്? അത്രയും വല്ല വന്ന ബോളോനെ പിടിക്കാൻ കഴിയില്ല മീൻസ് ആ ബോള് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല കാരണം ഇതൊരു മോശം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് മാച്ച് തന്നെ 1-1 എന്ന സ്കോറിൽ പൊട്ടി. അപ്പോൾ അടുത്ത മാച്ച് നമുക്ക് വരുന്നത് ഹൈത്തിൻ്റെ ഒപ്പതാണ്. അപ്പോൾ ഈ മാച്ചിന് നമുക്ക് 40% പൊസിഷൻ, അവർക്ക് 50%, 60%. അപ്പോൾ ഈ വീഡിയോ വെച്ച് അവസാനിക്കുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.